ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഓക്സിലറി വെർബുകളിലെ രണ്ട് ഓക്സിലറി വെർബുകളായ ക്യാൻ, കുഡ് എന്നീ രണ്ട് ഓക്സിലറി വെർബുകളെ കുറിച്ചാണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള ഉപയോഗങ്ങളുള്ള രണ്ട് ഓക്സിലറി വെർബുകളാണ് ക്യാനും കുഡും. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ചാണ്, അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇതിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാനിനെ കുറിച്ചാണ്. ക്യാന് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സാധാരണയായിട്ട് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത് ഒരു എബിലിറ്റിയെക്കുറിച്ച് പറയാൻ, ഒരു കഴിവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്, ക്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് നീന്താൻ കഴിയും, എനിക്ക് വായിക്കാൻ കഴിയും, എനിക്ക് പാടാൻ കഴിയും. ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു കഴിവിനെ പറ്റി പറയുകയാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻ ആണ്. നമുക്ക് നോക്കാം. ഐ ക്യാൻ സിങ്, എനിക്ക് നീന്താൻ കഴിയും. ഐ ക്യാൻ സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാൻ കഴിയും. ഐ ക്യാൻ സിങ്, എനിക്ക് പാടാൻ കഴിയും. ഐ ക്യാൻ പ്ലേ, എനിക്ക് കളിക്കാൻ കഴിയും. ഐ ക്യാൻ റീഡ്, എനിക്ക് വായിക്കാൻ കഴിയും. ഐ ക്യാൻ ജംപ്, എനിക്ക് ചാടാൻ കഴിയും. ഐ ക്യാൻ ഡ്രൈവ്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഷീ ക്യാൻ ഡ്രോ, അവൾക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കും. ഷീ ക്യാൻ പ്ലേ പിയാനോ, അവൾക്ക് പിയാനോ വായിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു കഴിവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഒരാൾക്ക് കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്, ക്യാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒന്ന് തന്നെയാണെന്ത്, ക്യാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു കഴിവില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയാനും നമുക്കെന്ത് ഉപയോഗിക്കാം, ക്യാൻ ഉപയോഗിക്കാം. പക്ഷേ ക്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നെഗറ്റീവായ നോട്ട് കൂടി നമ്മൾ ചേർത്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഉദാഹരണത്തിന് ഐ കാൺട്ട് സ്വിം, നമ്മളോട് ഒരാൾ പറയുകയാണേ, വരൂ നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം, പുഴയിൽ കുളിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ പറയും നമുക്ക് നീന്താൻ അറിയില്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഐ കാൺട്ട് സ്വിം, എനിക്ക് നീന്താൻ സാധിക്കില്ല, എനിക്ക് നീന്താൻ കഴിയില്ല. അതുപോലെ പന്ത് കളിക്കാൻ സമയത്ത് വരൂ കളിക്കാം നമുക്കെന്ന് പറയുന്ന സമയത്ത് നമുക്കൊന്ന് പറയാം ഐ കാൺട്ട് പ്ലേ ഫുട്ബോൾ, ഐ കാൺട്ട് പ്ലേ ഫുട്ബോൾ. ഐ കനോട്ട് എന്നാണ് നമ്മളതെന്ത് ചെയ്യും, കൂട്ടിച്ചേർത്തിട്ട് ചുരുക്കിയിട്ട് വിളിക്കുന്ന പേരാണെന്ത്, കാണ്ട് എന്നുള്ളത്. ഓക്കെ, കാനോട്ട് എന്നും പറയാം, കാണ്ട് എന്നും പറയാം. ഐ കാണ്ട് പ്ലേ ഫുട്ബോൾ, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയില്ല, ഫുട്ബോൾ കളിക്കാൻ സാധിക്കില്ല. രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, അദ്ദേഹത്തിന് ഫുട്ബോൾ കളി എന്ന കളി അറിയില്ല എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്ത് ഫുട്ബോൾ കളിക്കാൻ സാധിക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് സാഹചര്യത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, കാനോട്ട്, കാണ്ട് എന്ന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്യാനിനെ കുറിച്ചാണ്. ഒരു പ്രവൃത്തി, ഒരു സംഭവം, ഒരു കഴിവ് ഉണ്ട് എന്ന് പറയാൻ, കഴിയുമെന്ന് പറയാൻ നമ്മളെന്ത് ഉപയോഗിക്കും, ക്യാൻ ഉപയോഗിക്കും. ഐ ക്യാൻ പ്ലേ, എനിക്ക് കളിക്കാൻ സാധിക്കും. ഐ ക്യാൻ ഗോ ടുമോറോ, എനിക്ക് നാളെ പോകാൻ സാധിക്കും. നിനക്ക് നാളെ അവിടം വരെ ഒന്ന് പോകാൻ സാധിക്കുമോ എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ യെസ് ഐ ക്യാൻ ഗോ, യെസ് ഐ ക്യാൻ ഗോ എന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസിനൊരു മനോഹാരിത, ഒരു ഭംഗി അവിടെ കിട്ടുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് പറയാൻ, കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കും, ക്യാൻ ഉപയോഗിക്കാം. ആ സമയത്ത് നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ നോട്ട് എന്നുള്ള ആ ഒരു വേർഡ് കൂടി അതിൻ്റെ കൂടെ ചേർക്കും, ക്യാൻ നോട്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നിനക്ക് നാളെ അവിടം വരെ ഒന്ന് പോയി വരാൻ സാധിക്കുമോ? അപ്പോൾ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും, നോ ഐ കാൺട്ട് ഗോ ടുമോറോ, നോ ഐ കനോട്ട് ഗോ ടുമോറോ, എനിക്ക് നാളെ പോവാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, ക്യാൻ ഉപയോഗിക്കുന്നത്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് കുഡ് ആണ്. കുഡ്, എവിടെയാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത്? ക്യാൻ പറയുന്നിടത്തൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, കുഡ് ഉപയോഗിക്കാം. ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞു, സാധിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ഉപയോഗിക്കുന്നത്, കുഡ് ഉപയോഗിക്കുന്നത്. ഐ കുഡ് സ്ലീപ്പ് യെസ്റ്റർഡേ, എനിക്ക് ഇന്നലെ ഉറങ്ങാൻ സാധിച്ചു. ഐ കുഡ് സ്ലീപ്പ് യെസ്റ്റർഡേ, എനിക്ക് ഇന്നലെ ഉറങ്ങാൻ സാധിച്ചു. ഐ കുഡ് കംപ്ലീറ്റ് മൈ ഹോംവർക്ക്, എനിക്കെൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. ഐ കുഡ് പേ മൈ റെൻറ്റ്, എനിക്കെൻ്റെ വാടക കൊടുക്കാൻ സാധിച്ചു. ഐ കുഡ് പേ മൈ റെൻറ്റ്, എനിക്കെൻ്റെ വാടക കൊടുക്കാൻ സാധിച്ചു. ഷീ കുഡ് സിങ് വെരി വെൽ, അവൾക്ക് നന്നായി പാടാൻ സാധിച്ചു, അവൾക്ക് നന്നായി പാടാൻ കഴിഞ്ഞു. ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞു, സാധിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക, കുഡ് ഉപയോഗിക്കുക. ഐ ക്യാൻ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ കഴിയുമെന്നാണ്.
ഐ കുഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞു എന്നാണ്. ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു, ചെയ്യാൻ സാധിച്ചു. അതെനിക്കാവട്ടെ വേറെ ആർക്കെങ്കിലും ആവട്ടെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞു, സാധിച്ചു എന്നൊക്കെ പറയാനാണ് കുഡ് ഉപയോഗിക്കുന്നത്. ക്യാൻ എന്ന് പറയുന്ന ആ ഒരു ഓക്സിലറിയുടെ പാസ്റ്റ് ഫോമായിട്ട് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി കുഡിൻ്റെ മറ്റൊരു ഉപയോഗം നമ്മൾ വളരെ പൊളൈറ്റായിട്ടുള്ള, വളരെ മാന്യമായിട്ടുള്ള റിക്വസ്റ്റുകൾ ചെയ്യാനും നമ്മൾ കുഡ് ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത് വളരെ പൊളൈറ്റായിട്ടുള്ള മാന്യമായ റിക്വസ്റ്റുകൾ ചെയ്യാനും നമ്മൾ കുഡ് ഉപയോഗിക്കും. ഒരു ഉദാഹരണത്തിന്, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. നിങ്ങൾക്ക് ദയവ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ, നിങ്ങൾക്ക് ദയവ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കാൻ സാധിക്കുമോ അല്ലേ. വളരെ മാന്യമായിട്ടുള്ള, സഹായിക്കാൻ തോന്നാത്ത ആളുകൾക്ക് പോലും ഒന്ന് സഹായിക്കണമെന്ന് തോന്നും. കാരണം ആ രീതിയിലാണ് ആ ചോദ്യം അല്ലേ. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, ദയവ് ചെയ്ത് അല്ലേ, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ അല്ലേ. അതുപോലെ തന്നെ കുഡ് യു പ്ലീസ് ഗീവ് മീ സം വാട്ടർ, കുഡ് യു പ്ലീസ് ഗീവ് മീ സം വാട്ടർ, ദയവ് ചെയ്ത് എനിക്ക് അല്പം വെള്ളം തരുമോ അല്ലേ. കുഡ് യു എന്ന് പറയുന്നത് വളരെ പൊളൈറ്റായിട്ടുള്ള, വളരെ മാന്യമായ രീതിയിലുള്ള ഒരു റിക്വസ്റ്റാണ് എന്ന് പറയുന്നത് കുഡ് യു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിച്ചു എന്ന് പറയാൻ നമ്മൾ കുഡ് ഉപയോഗിക്കും. അതുപോലെ തന്നെ വളരെ മാന്യമായ രീതിയിലുള്ള റിക്വസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ഉപയോഗിക്കും, കുഡ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യാൻ, കുഡ് എന്നീ ഓക്സിലറി വെർബുകളെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും